അപ്പോൾ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ വീട്ടിലും കുറേ നാളില്ലായിരുന്നു, ഇപ്പം വീണ്ടും വന്നു തുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, പോക്സ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അസുഖമാണിത്. അപ്പോൾ നമ്മളതിന് പണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുഞ്ഞിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുടക്കത്തിലേ നമ്മളിത് കണ്ട് ഇതിന് മരുന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വലിയ പണി തരും. വീട്ടിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് ബാധിക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പം ബ്രീഡിങ് ഒതുക്കേണ്ട സമയമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് കുഞ്ഞുങ്ങളൊക്കെ മാറ്റിയിട്ടേക്കുന്ന സമയമാണ്. ഇത് ഒരു കുഞ്ഞിന് വന്നു തുടങ്ങിയാൽ പിന്നെ ഈച്ചയിലൂടെയും പിന്നെ കൊതുകിലൂടെയൊക്കെ ഇത് ബാക്കിയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ബാധിക്കും. അപ്പോൾ നമ്മളിതിന് ചെയ്യണതെന്ന് വെച്ചാൽ, ഞാൻ ഇതെന്താണ് ഇതിന് ചെയ്യുന്ന മെഡിസിൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു അപ്പോൾ നമ്മൾ കൂടെ എടുക്കും. അപ്പോൾ നമ്മളിതിന് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റാണ്. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കുക. ഒരു ചെറിയ പാത്രമോ കവറോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കാണാത്തവർക്കായിട്ട്, അപ്പോൾ ഇതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇതാണ് ഉണ്ണി വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിങ്ങനെ കവർ പൊട്ടിച്ച് നമ്മൾ യൂസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിനിങ്ങനെ കവർ പൊട്ടിക്കുക. ഒരല്പം, ഇത് ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ്. ഒരല്പം ഇങ്ങനെ അതിലോട്ട് തട്ടുക. ബാക്കി അതുപോലെ എയർ കയറാതെ മടക്കി വയ്ക്കുക. ഇത്രയും മതിയാവും ആ കുഞ്ഞിന്. മടക്കി വയ്ക്കുക. ചെയ്യേണ്ടത് നല്ലൊരു തൂവലെടുക്കുക. പ്രാവിൻ്റെ തന്നെയാണ്. നല്ലൊരു തൂവലെടുത്ത് നല്ലതുപോലെ വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് ഇങ്ങനെ മുക്കി, അതിലൊത്തിരി ഈർപ്പം പിടിക്കുന്ന രീതിയിൽ കുറച്ച് 2 മിനിറ്റ് മുക്കി വയ്ക്കുക. എന്നിട്ട് ഈ തൂവൽ പയ്യെ ലേശം, എന്നിട്ട് ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. വേറെ ഒന്നും ചേർക്കേണ്ടതില്ല. വെള്ളവും പൊട്ടാസ്യം പെർമാംഗനേറ്റും മാത്രം. ഇപ്പോൾ 2 സെക്കൻഡിനകത്ത് ഈ തൂവലൊക്കെ ദഹിച്ചു പോകും. അത്രയ്ക്കും പവർഫുള്ളാണിത്. അപ്പോൾ എന്നിട്ട് നമ്മൾ കുഞ്ഞിനെ പിടിക്കുക. കുഞ്ഞിനെ ഇപ്പോൾ ചിറയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിറയിൻ്റെ ആ ഭാഗം കറക്റ്റ് ചെയ്യുക. ഇത് പ്രാവിനെയൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. നമ്മൾ ഈച്ചകൾ വരാതെ പ്രത്യേകം, ഈച്ചയും കൊതുവും ഇല്ലാതെ പ്രത്യേകം സൂക്ഷിക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ നെറ്റിട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഫെദറിലെല്ലാം കറക്റ്റായിട്ടുണ്ട്, ബോഡിയിലും കറക്റ്റായിട്ടുണ്ട്. ഈ പ്രാവശ്യം ഈ സൈഡിലും കൂടെ അത് കറക്റ്റ് ചെയ്ത് നമ്മൾ 2 വട്ടം ഇട്ട് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത്, വേറെ എവിടെയെങ്കിലും ഇതിൻ്റെ ശാഖ ഉണ്ടോയെന്ന് നോക്കുക. പിന്നെ 2 കാലിലുമായിട്ട്, ഇതിൻ്റെ കാഷ്ടത്തിലൂടെയാണ് ഇതൊക്കെ മൊത്തത്തിൽ വ്യാപിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാലിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ഇത്രയും മതിയാവും. പറ്റുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഒരു 2-3 ദിവസം സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിടുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രാവുകളിലൊന്നും ഇത് പകരാതെ സൂക്ഷിക്കാം. നിസ്സാരം പോലെ ഇത് ഒരു 2 വട്ടം, ഒരാഴ്ചയിൽ 2 ദിവസം, 3 ദിവസം ഗ്യാപ്പിട്ട് 2 വട്ടം ചെയ്യുകയാണെങ്കിൽ ആ ഉണ്ണി മൊത്തത്തിൽ കരിഞ്ഞ് അടന്നു പോകുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും.